ഹായ് ഗായ്സ്, അപ്പോൾ മറ്റൊരു നാട്ടിലെ വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നൊരു അമ്പലത്തിൽ പോണ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഏത് അമ്പലത്തിലാണ് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ വാച്ചിങ്. എൻ്റെ കമ്മലൊക്കെ മാറ്റിയായിരുന്നു. നിങ്ങളും എന്നെ പോലെയാണോ? എപ്പോഴും ഒരു കംഫേർട്ട് ജ്വൽസ് ഉണ്ടാവും, എപ്പോഴും നമ്മളത് തന്നെയാണ് എന്ത് ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത്. ഞാനങ്ങനെയാണ്. ഇതാണ് എൻ്റെ കംഫേർട്ട് ഇയർ റിങ്, കംഫേർട്ട് റിങ്സ്, മാല. സോ നമ്മൾ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ, ഇരിഞ്ഞാലക്കുടയിലുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് സാധാരണ ഈ മാസത്തിൽ തിരക്കുണ്ടാവേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാമല്ലോ, ഇന്നധികം തിരക്കോ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് കേട്ടോ താമരമുട്ട്. നമ്മൾ അതാണ് കഴിച്ചത്. ആ കാണുന്ന വഴുതന, അത് ഇവിടെ വഴുതന നിവേദ്യം തയ്യാറാക്കാനാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഇതൊരു ആയുർവേദ ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ അനിയത്തിയുടെ ടോപ്പിന് കുറച്ച് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് അവർ ഈ മുണ്ട് കൊടുത്തത്. ഇതുടുത്തിട്ടാണ് അവൾ അകത്തോട്ട് പ്രവേശിച്ചത്. നമ്മുടെ ഇന്ത്യയിൽ ഭരതസ്വാമീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക ഒരു ക്ഷേത്രമാണ് നമ്മുടെ കൂടൽമാണിക്യം. നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് ആൾക്കാർക്ക് ക്യൂ നിൽക്കാൻ വേണ്ടി അവിടെ പ്രത്യേക സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റോളുകൾ കാണാം. ഞാൻ അവിടെ നിന്നൊരു ബുക്കും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിയിരുന്നു. നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മഹാഗണപതി ക്ഷേത്രം കൂടിയുണ്ട്. നമ്മൾ അവിടെയും കയറിയായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടാണ് ആനക്കൂട്ടിൽ. അവിടെ നോക്കിയാൽ നമുക്ക് മേഘാർജുനനെ കാണാം. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് കിടക്കുമ്പോൾ നമ്മൾ സ്വാമീസ് കണ്ടു. അവിടെ കയറി നമ്മൾ പരിപ്പ് പ്രഥമനും പിന്നെ കർക്കിടകക്കൂട്ടും വാങ്ങി തിരിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ ആരോമ ബേക്കേഴ്സ് കണ്ടത്. അവിടുന്ന് നമ്മൾ നല്ല ചൂട് ബജിയും സർബത്തും വാങ്ങി കഴിച്ചു. അമ്പലത്തിൽ പോയി തിരിച്ചെത്തി. നല്ല മഴയുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സാമീസിന് വാങ്ങി അരിയുണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സാമീസ്, ആരോമ ബേക്കറി, ഇതൊക്കെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട വരുമ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഇത് രാമായണ മാസമാണ്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ നാലമ്പലം തൊഴാനൊക്കെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.